പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രന്റെ DNA പരിശോധന നടത്തും. മുഖ്യപ്രതി നൌഷാദിന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് സൂചന. മുഖ്യപ്രതി ബത്തേരി സ്വദേശി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിക്കടുത്ത് ബീരാച്ചിയിൽ വെച്ചാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ വരുന്നത്. അനൽക സേതുണ്ട് വിവരങ്ങളുമായിട്ട്. അനൽക, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DNA പരിശോധന അടക്കം നടത്തുമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഒപ്പം തന്നെ 3 പ്രതികൾ, 2 പേര് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റൊരാളിനെ നാട്ടിലെത്തിക്കാനുള്ള പോലീസ് നീക്കങ്ങൾ എങ്ങനെ? കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ ആ ഒരു സാന്നിധ്യം പോലീസ് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഹേമചന്ദ്രന്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഉമേഷ് ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യത പറയുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദിനെ ഇത്തരത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് നൌഷാദിന് വേണ്ടിയിട്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. അതോടൊപ്പം തന്നെ ഈ പ്രതികളായിട്ടുള്ള 3 പേരും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശികളാണ്. ഇതിൽ മുഖ്യപ്രതി നൌഷാദിന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ 2 ദിവസം ഈ ഹേമചന്ദ്രനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് സംശയം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഈ ഹേമചന്ദ്രൻ നിരവധി ആൾക്കാരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നു. 20 ലക്ഷം രൂപയിലധികം അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിരുന്നു. അതിൽ തന്നെ റെന്റ് കാർ ബിസിനസ്, ചിട്ടി, അങ്ങനെ ഉൾപ്പെടെയുള്ള പരിപാടികൾ അദ്ദേഹം നടത്തി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഇനിയും കൂടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതോടൊപ്പം തന്നെ 2024 മാർച്ച് 20 ഹേമചന്ദ്രനെ വീട്ടിൽ നിന്ന് കാണാവുന്ന സാഹചര്യത്തിൽ അതൊരു പെൺസുഹൃത്തിനെ വിട്ടിട്ടാണ് ഇത്തരത്തിൽ ഹേമചന്ദ്രനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയതെന്ന ഒരു കാര്യം വരുന്നുണ്ട്. അത് പോലീസിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏതായാലും പരിശോധന അല്ലെങ്കിൽ അന്വേഷണം കർശനമാക്കുകയാണ്. അതായത് കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ നിന്ന് പോലീസിന്റെ അടുത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടത്. ഏതായാലും മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദിന് വേണ്ടി പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ദുബായിൽ നിന്ന് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ 2 പ്രതികളാണുള്ളത്. ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 2 പ്രതികളാണ്. ഈ 2 പ്രതികളും സുൽത്താൻ ബത്തേരി സ്വദേശികളാണ്. അവർ അതിലൊരാളെ അജേഷിനെ വെച്ചിട്ടാണ് ഇന്നലെ ഈ താമശ്ശേരി നീലഗിരി ചേരമ്പാടി എസ്റ്റേറ്റിൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് പോയി ഈ അജേഷിന്റെ സാന്നിധ്യത്തിലാണ് ഈ മൃതദേഹം പോലീസ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 4 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ അത്തരത്തിൽ ഈ ഹേമചന്ദ്രൻ മർദ്ദനമേറ്റിരുന്നു. അതോടൊപ്പം തന്നെ കുത്തേറ്റ പാടുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും ഈ ബന്ധുക്കളുടെ DNA അല്ലെങ്കിൽ സാമ്പിൾ സ്വീകരിച്ച് DNA പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷമായിരിക്കും ഹേമചന്ദ്രന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ അനൽക, വ്യക്തമാണ്. തമിഴ്നാട്ടിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രന്റെ DNA പരിശോധന അടക്കം നടത്തും. പോലീസിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ അനൽക സേത്.